5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ശിവഗിരി പ്ലാൻ, മോഡിയുടെ ശിവഗിരി പ്ലാൻ വിജയിക്കുമോ? കോൺഗ്രസ് അങ്കലാപ്പിലായിട്ടുണ്ട്, CPM അങ്കലാപ്പിലായിട്ടുണ്ട്. CPM അങ്കലാപ്പിലാവാനുള്ള കാരണം വെള്ളാപ്പള്ളി നടേശനിലൂടെ SNDPയുടെയും ഈഴവരാതി സമുദായങ്ങളുടെയൊക്കെ വലിയ വോട്ടാണ് നമ്മൾ CPM നേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാവുന്ന മുമ്പേ റിസൾട്ട് വന്നാൽ ഉടൻ ആ സെക്കൻഡിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിലമ്പൂരിലെ വിജയം എന്ന് പറയുന്നത് മുസ്ലിമിൻ്റെ വിജയമാണ്, അത് ലീഗിൻ്റെ വിജയമാണ്, കോൺഗ്രസിൻ്റെ വിജയമല്ല, മതേതരത്വത്തിൻ്റെ വിജയമല്ല, ഹിന്ദുക്കളുടെ വിജയമല്ല. അങ്ങനെ വളരെ കൃത്യമായി പിണറായി വിജയന് വേണ്ടി PR വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പോക്സ്മാനായി നിൽക്കുന്ന പിണറായി വിജയൻ്റെ സ്പോക്സ്മാൻ കൂടിയായി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനും പരുങ്ങലിലാണ്. അതുകൊണ്ടാണ് നടേശൻ സച്ചിദാനന്ദ സ്വാമികൾ, ശിവഗിരി മഠാധിപതി സെക്രട്ടറി സച്ചിദാനന്ദ സ്വാമികൾ ഡൽഹിയിൽ വെച്ച് സംസാരിച്ചതിനെ നാഗശീകാന്തം എതിർത്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നത്. പക്ഷേ അങ്ങനെ രംഗത്ത് വന്നെങ്കിലും വീണ്ടും ചാനലുകളിലും ബൈറ്റ് കൊടുത്തുകൊണ്ട് സ്വാമി സച്ചിദാനന്ദ വീണ്ടും രംഗത്ത് വന്നു. മോഡിയെ പലവട്ടം മോഡിക്ക് മെയിൽ മാത്രം അയച്ചപ്പോൾ മോഡി വന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വേണ്ടപ്പെട്ട പലരെയും കൊണ്ട് വിളിച്ചിട്ടും വന്നില്ല. MP-മാരെ MLA-മാരെയും അല്ലെങ്കിൽ KPCC നേതൃത്വത്തെ കൊണ്ടൊക്കെ വിളിച്ചിട്ടും രാഹുൽ ഗാന്ധിയും വന്നില്ല, പ്രിയങ്ക ഗാന്ധി ശിവഗിരിയിൽ വന്നില്ല. അവർ അപ്പോൾ ഗുരുവിനോട് ഒരു മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. അതേസമയം ഒരു മെയിൽ ഇട്ടിട്ട് പോലും ആ മെയിലിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് ഡൽഹിയിൽ ഈ പരിപാടി നടത്താൻ പറ്റിയത്. മോഡി അതുപോലെ തന്നെ ഗുരുദേവൻ്റെ കാഴ്ചപ്പാടുകളായ സ്വച്ഛ ഭാരത്, സാനിറ്റേഷനും കൃഷിയും അതുപോലെ തന്നെ വ്യവസായവും തൊഴിലും അതൊക്കെയാണ് മോഡി ചെയ്യുന്നതെന്ന് പറഞ്ഞ് വലിയ തോതിലാണ് മോഡി ഭക്തി സച്ചിദാനന്ദ സ്വാമി കാണിച്ചിരിക്കുന്നത്. അതിലൂടെ കോൺഗ്രസ് വലിയ അങ്കലാപ്പിലാണ്. അടൂർ പ്രകാശ് ഒരു പ്രയാസം പറയുകയും ചെയ്തു, ഇതിങ്ങനെയൊക്കെ പറയാവോ എന്നുള്ളൊരു പ്രയാസം പറഞ്ഞു. എന്തായാലും മോഡിയുടെ പ്ലാൻ സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണം ഇവിടെ BJPക്ക് കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. കാര്യം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുപോലത്തെ സാഹചര്യങ്ങൾ വന്നാൽ അത് മുതലാക്കാനുള്ളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പലപ്പോഴും BJPക്ക് അറിയില്ല. ശബരിമല വിഷയം വന്നു, എന്തെങ്കിലും ഗുണമുണ്ടായോ? ശബരിമലയിൽ അയ്യപ്പൻ സ്ത്രീകൾ കയറിയുമില്ല, എന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് BJPക്ക് കിട്ടിയുമില്ല. അങ്ങനെ ഓരോ വിഷയങ്ങൾ വന്നാൽ BJPക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അറിയത്തില്ല. ഇപ്പോൾ തന്നെ മോഡിയും അമിത്ഷായും ഒക്കെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് വലിയ പണിയാണ് ചെയ്തു കൊടുക്കുന്നത്. ED വരുന്നു, ഒരുപാട് കേസുകൾ എടുക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. NIA വരുന്നു, എല്ലാം വന്ന് ഇത് വളരെ അനുകൂലമായ സാഹചര്യം BJP കിട്ടിയാൽ പോലും അവർക്കിത് ക്യാഷ് ചെയ്യാൻ അറിയില്ല. കടൽ കഞ്ഞിയായിപ്പോയാലും നക്കിയാൽ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പണ്ട് പഴമക്കാർ പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് കടൽ കഞ്ഞിയായെന്ന് വിചാരിച്ചിട്ട് കരയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് അതിനകത്ത് കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന അങ്ങനെയല്ല. BJPക്ക് വളരെ കൃത്യമായി ചില പ്ലാനുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത മോഡി എന്തായാലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഗുരുദേവൻ്റെ കാര്യങ്ങളും ഒക്കെ മോഡിയും നന്നായി കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു BJPയോടൊന്ന് ഒരു അലയൻസ് അല്ലെങ്കിൽ BJPയോടൊന്ന് അടുത്താൽ, ശിവഗിരി മഠക്കാർ അടുത്താലും അത്ഭുതമില്ല. ഇപ്പം തന്നെ 10-70 കോടി രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും പദ്ധതികൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ നിലയിൽ കേരളത്തിലെ ശ്രീനാരായണീയരും മോഡിയുമായി ഒരു ജെന്റിൽമാൻ എഗ്രിമെൻറ്റിൽ എത്തിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ കോൺഗ്രസ്സിനത് വലിയ ക്ഷീണമാകും. ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ CPMന് വേണ്ടി ശക്തമായ നിലപാടെടുക്കുമ്പോൾ വലിയ പ്രതിസന്ധി വരും. അതേസമയം BDJS ഇവിടെ നിൽക്കുന്നു. BDJS ആണെങ്കിൽ നമ്മുടെ BJPയുമായി അലയൻസുള്ളൊരു മുന്നണി ഘടകകക്ഷിയാണ്. അപ്പോൾ അത് BDJSനും തുഷാർ വെള്ളാപ്പള്ളിക്ക് അഭിമാനിക്കാം. അപ്പോൾ അങ്ങനെ അതൊരു വശത്ത് നടക്കുന്നു. ഇപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ഗൗരവതരമായ രീതിയിലാണ് മോഡി ഇതിനെ സീരിയസ് ആയി കണ്ടൊരു പ്ലാൻ തന്നെ മോഡി ശിവഗിരിയിലൂടെ കേരള പ്ലാൻ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ അപ്പോഴും ഇപ്പുറത്തെ രണ്ട് കക്ഷികളും വലിയ അലോസരത്തിലാണ്. അവരത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അടൂർ പ്രകാശിലൂടെ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിലൂടെ കോൺഗ്രസും വെള്ളാപ്പള്ളി നടേശനിലൂടെ CPMും അവരുടെ അതൃപ്തി സ്വാമിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും സ്വാമി പിന്മാറാൻ തയ്യാറല്ല. സ്വാമി വീണ്ടും പറയുന്നത് ഞങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഞങ്ങൾ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ മോഡിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ, മോഡിയാണ് ബെസ്റ്റ്. മോഡി ആത്മീയ നേതാവാണ്, മോഡി ഗുരുദേവനെ പഠിച്ചിട്ടുള്ള ആളാണ്, ഗുരുദേവനെക്കുറിച്ച് മോഡിക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് മോഡിയാണ് ബെസ്റ്റ് ശിവഗിരിയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ശിവഗിരിക്കാർ പറയുന്നത്. പക്ഷേ ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. അവരെ വിളിച്ചിട്ട് അവർ വന്നില്ല, അവർ ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങളെ മൈൻഡ് ചെയ്ത, ഞങ്ങൾക്ക് വിളിക്കാതെയും വിളിച്ചുമൊക്കെ ഞങ്ങളെടുത്ത് വന്നിട്ടുള്ള മോഡിയോടാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് സ്വാമിജി പറയാതെ പറയുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മോഡിയുടെ ശിവഗിരി പ്ലാൻ ഇവിടെ വർക്കൗട്ട് ആകുമോ, അത് ശരിയാക്കിയെടുക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ കാലം ചോദിക്കുന്ന ചോദ്യം. നമുക്ക് കാത്തിരുന്ന് കാണാം.